നമസ്കാരം. മലയാളം ന്യൂസ് ചാനൽ ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം തുടർന്ന് ഏഷ്യാനെറ്റ് ന്യൂസ്. രാഷ്ട്രീയ ചാനലുകളിൽ CPMന്റെ കൈരളി TVക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ RSS ചാനൽ എന്നറിയപ്പെടുന്ന ജനം TVക്ക് വീണ്ടും കുതിച്ചു കയറാനും സാധിച്ചു. അംബാനിയുടെ ചാനലായ ന്യൂസ് 18 കേരളയും മുന്നേറി. കൈരളി TVയെ മറികടന്ന് ന്യൂസ് 18 കേരള റേറ്റിംഗിൽ ഒരു സ്ഥാനം മുന്നിലെത്തി. 4-ാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസും എത്തി. മനോരമ ന്യൂസ് 2025 രണ്ടാം ആഴ്ചയിലെ റേറ്റിംഗിൽ തിരിച്ചടിയാണ് നേരിട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വ്യക്തമായ മുൻതൂക്കമാണ് ബാർക്ക് റേറ്റിലുള്ളത്. 2025 രണ്ടാം ആഴ്ചയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് 90.41 പോയിന്റാണുള്ളത്. ആദ്യ ആഴ്ചയേക്കാൾ 3.21 പോയിന്റിന്റെ ഉയർച്ച. റിപ്പോർട്ടർ TVക്കാണ് പോയിന്റിൽ ഏറ്റവും കൂടുതൽ നേട്ടം. 6.11 പോയിന്റ് കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർച്ചയുണ്ടായി. രണ്ടാം ആഴ്ചയിൽ 69.51 പോയിന്റാണ് റിപ്പോർട്ടർ TVക്കുള്ളത്. കഴിഞ്ഞ ആഴ്ച ഇത് 63.40 ആയിരുന്നു. 24 ന്യൂസിന് പുതിയ ആഴ്ചയിൽ 62.28 പോയിന്റാണുള്ളത്. ആദ്യ ആഴ്ചയിൽ ഇത് 58.97 ആയിരുന്നു. അതായത് 24-നെതിരെ രണ്ടാം സ്ഥാനത്ത് 6 പോയിന്റിലധികം വ്യത്യാസം നേടുകയാണ് റിപ്പോർട്ടർ TV. അപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആദ്യ സ്ഥാനത്തിന് വെല്ലുവിളി ഉയർത്താൻ റിപ്പോർട്ടറിന് കഴിയുന്നില്ലെന്ന പൊതുചിത്രമാണ് ബാർക്കിലുള്ളത്. മാതൃഭൂമി ന്യൂസിനും ആശ്വാസമാണ്. 2.20 പോയിന്റാണ് അവർക്ക് കൂടിയത്. ഇതിലൂടെ മനോരമ ന്യൂസിനേക്കാൾ മുന്നിലെത്താൻ മാതൃഭൂമിക്ക് കഴിയുന്നു. മനോരമയ്ക്കും പ്രേക്ഷകർ കൂടിയെങ്കിലും മാതൃഭൂമിയെ അപേക്ഷിച്ച് നിരക്ക് കുറവാണ്. ആദ്യ ആഴ്ചയിൽ മനോരമ ചാനലായിരുന്നു പട്ടികയിൽ 4-ാം സ്ഥാനത്ത്. ആ 4-ാം സ്ഥാനമാണ് മാതൃഭൂമി ന്യൂസ് രണ്ടാം ആഴ്ചയിൽ നേടുന്നത്. 1.20 പോയിന്റാണ് ജനം TV കൂടുന്നത്. ഇതോടെ വീണ്ടും 20 പോയിന്റിന് മുകളിൽ RSS പിന്തുണയുള്ള ചാനലെത്തുന്നു. 20.05 ആണ് ആകെ പോയിന്റ്. കഴിഞ്ഞ ആഴ്ചയും ജനം TV തന്നെയായിരുന്നു പോയിന്റിൽ 6-ാം സ്ഥാനത്ത്. ന്യൂസ് 18 കേരള 7-ാം സ്ഥാനത്ത് എത്തുന്നുവെന്നതും ശ്രദ്ധേയമാണ്. 1.27 പോയിന്റിന്റെ ഉയർച്ചയാണ് ന്യൂസ് 18 കേരള കൈവരിച്ചത്. ഇതോടെ അവർക്ക് 15.13 പോയിന്റായി. 2025 ആദ്യ ആഴ്ചയിൽ കൈരളി ന്യൂസിന് 14.31 പോയിന്റ് ഉണ്ടായിരുന്നു. ഇതിൽ ഇടിവുണ്ടായി. 0.42% പ്രേക്ഷക കുറവാണ് കൈരളിക്കുണ്ടായത്. ഇതും ന്യൂസ് 18 കേരളയ്ക്ക് 7-ാം സ്ഥാനത്തെത്താൻ തുണയായി. മീഡിയ വൺ TV പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. പക്ഷേ അവരും രണ്ടാം ആഴ്ചയിൽ 0.29 പോയിന്റിന്റെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ ആഴ്ചയിൽ പ്രേക്ഷക ഇടിവുണ്ടായത് കൈരളി TVക്ക് മാത്രമാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ CPMനുണ്ടാകുന്ന ഇടിവ് കൈരളിയുടെ TV റേറ്റിംഗിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന വിലയിരുത്തലും സജീവമാണ്. CPM പാർട്ടി സമ്മേളന കാലത്താണ് ഇതെല്ലാം സംഭവിക്കുന്നുവെന്നതും കൈരളിക്ക് തിരിച്ചടിയാണ്. എങ്ങനെയും ഏഷ്യാനെറ്റ് ന്യൂസിനെ തോൽപ്പിക്കാനുള്ള നീക്കത്തിലായിരുന്നു 6 മാസം മുമ്പ് റിപ്പോർട്ടർ TV. ആ ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ 24 നേരിയ മുൻതൂക്കം നേടി. ഷിരൂരിലെ രക്ഷാപ്രവർത്തന ദൗത്യ റിപ്പോർട്ടിംഗ് കാലത്തായിരുന്നു ഇത്. തൊട്ടു പിന്നാലെ 24-നെ പിന്തള്ളി റിപ്പോർട്ടർ കുതിപ്പ് തുടർന്നു. പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസിനെ അവർക്ക് വെല്ലുവിളിച്ച് ഒന്നാമനാകാനുമായില്ല. കേരള വിഷന്റെ സെറ്റ് ടോപ്പ് ബോക്സ് ഓൺ ചെയ്താൽ ആദ്യം എത്തുന്നത് റിപ്പോർട്ടറാണ്. അതിനുശേഷം ഏത് ബട്ടൺ അമർത്തിയാലും 24 എത്തും. ഇത്തരം സാങ്കേതിക കളികളിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസിനെ പിന്തള്ളാനുള്ള ശ്രമം എങ്ങും എത്തുന്നില്ലെന്നതാണ് 2025 രണ്ടാം ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് നൽകുന്ന പൊതുചിത്രം. കഴിഞ്ഞ 25 വർഷമായി മലയാളം വാർത്താ ചാനലുകളിൽ 1-ാം സ്ഥാനം കൈയടക്കിയിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ റേറ്റിംഗിൽ 2024 ഓഗസ്റ്റ് വരെ തുടർച്ചയായി 4 ആഴ്ചകളിൽ 24 പിന്തള്ളിയിരുന്നു. പിന്നീട് 1-ാം പദവി അതിവേഗം ഏഷ്യാനെറ്റ് ന്യൂസ് തിരിച്ചുപിടിച്ചു. 2024 30, 31, 32, 33 എന്നീ ആഴ്ചകളിലെ റേറ്റിംഗിലാണ് 24 ന്യൂസ് 1-ാം സ്ഥാനത്തെത്തിയത്. അതിനുശേഷം 24 തളരുന്നതായിരുന്നു മലയാളം ന്യൂസ് ചാനൽ ബാർക്ക് റേറ്റിംഗിൽ കണ്ടത്.